നമസ്കാരം കുട്ടികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രശസ്തമായ ഇറാനിയൻ സിനിമയെക്കുറിച്ചും അതെഴുതിയ ലേഖകന്റെ അനുഭവത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ്. ഈ ലേഖനം ജന്നത് കെ ബച്ചേ എന്ന ഇറാനിയൻ സിനിമയെക്കുറിച്ചുള്ള ഒരു സിനിമാ നിരൂപണമാണ്. വിവേക് മേത്തയാണ് ഇതിന്റെ ലേഖകൻ. സിനിമയുടെ കഥ അലിയും സഹോദരി സാഹ്റയും എന്ന രണ്ടു കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. സാഹ്റയുടെ പഴയ ചെരുപ്പ് റിപ്പയർ ചെയ്യിച്ചു കൊണ്ടുവരുമ്പോൾ അലിക്ക് അത് നഷ്ടപ്പെടുന്നു. പുതിയ ചെരുപ്പ് വാങ്ങാൻ വീട്ടിൽ പണമില്ലാത്തതിനാൽ സഹോദരനെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കാനുമായി അവർ ഈ വിവരം മാതാപിതാക്കളിൽ നിന്നും മറച്ചുവെക്കാൻ തീരുമാനിക്കുന്നു. പകരം അവർ രണ്ടുപേരും അലിയുടെ ചെരുപ്പുകൾ പങ്കിട്ടുപയോഗിക്കാൻ ഒരു തന്ത്രം ആസൂത്രണം ചെയ്യുന്നു. ഈ തന്ത്രം അവർക്ക് ഓരോ ദിവസവും പുതിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ലേഖകൻ പറയുന്നത്, ഈ സിനിമ കണ്ടപ്പോൾ തന്റെ ബാല്യകാല സുഹൃത്തായ സമീറുമായി താനൊരു പേന പങ്കിട്ടുപയോഗിച്ചിരുന്ന പഴയ സ്കൂൾ ഓർമ്മകൾ ഓർമ്മ വന്നു എന്നാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷവും ആഴത്തിലുള്ള മാനുഷിക ബന്ധങ്ങളും കണ്ടെത്താമെന്ന മഹത്തായ സന്ദേശമാണ് ഈ ചിത്രം നൽകുന്നത്. ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സിനിമാ കഥയുടെ മലയാളം പരിഭാഷ നമുക്കൊന്ന് നോക്കാം. ജന്നത് കെ ബച്ചേ. ബാല്യകാലത്ത് എനിക്ക് സമീർ എന്നു പേരുള്ള വളരെ നല്ല ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവനിപ്പോൾ എവിടെയാണെന്നറിയില്ല. എന്നാൽ ഞാൻ ഈ ഐഡിയ ഒരു സിനിമ കണ്ടപ്പോൾ അവനുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകൾ മനസ്സിൽ പുതുമയോടെ വന്നു. ആ ഓർമ്മകളെക്കുറിച്ച് പറയുന്നതിനു മുൻപ് ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയാം. ഈ സിനിമയുടെ പേര് ചിൽഡ്രൻ ഓഫ് ഹെവൻ അഥവാ ജന്നത് കെ ബച്ചേ എന്നാണ്. ഇതൊരു ഇറാനിയൻ സിനിമയാണ്. അലിയും സഹോദരി സാഹ്റയും എന്ന രണ്ട് കുട്ടികളാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. കഥ തുടങ്ങുന്നത് ഒരു ചന്തയിലെ രംഗത്തോടെയാണ്. ഇവിടെ അലി ഒരു ചെരുപ്പുകുത്തിയുടെ കടയിൽ നിന്ന് സഹോദരി സാഹ്റയുടെ പഴയ ചെരുപ്പുകൾ റിപ്പയർ ചെയ്യിക്കുകയാണ്. തുടർന്ന് സംഭവിക്കുന്നത് ഇതാണ്. വീട്ടിലേക്ക് വരുന്ന വഴി അബദ്ധവശാൽ ആ ചെരുപ്പുകൾ അലിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അവൻ വിഷമിച്ചു. ഒരുപാട് തിരിഞ്ഞെങ്കിലും ചെരുപ്പുകൾ കണ്ടെത്താനായില്ല. അവസാനം അവൻ നിരാശയോടെ വീട്ടിലെത്തുന്നു. അവിടെ സാഹ്റ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചെരുപ്പ് നഷ്ടപ്പെട്ട കാര്യം കേട്ട് അവൾക്ക് വിഷമമായി. എന്നാൽ വീട്ടിൽ പുതിയ ചെരുപ്പിന് പണമില്ലെന്നും ചെരുപ്പ് കളഞ്ഞുപോയ വിവരമറിഞ്ഞാൽ അലിക്ക് ശിക്ഷ കിട്ടുമെന്നും ഓർത്തപ്പോൾ അവൾ അച്ഛനമ്മമാരോട് ഒന്നും പറയാതിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു തന്ത്രം കണ്ടെത്തി. അവർ രണ്ടുപേരും അലിയുടെ ചെരുപ്പ് പങ്കിട്ട് ഉപയോഗിക്കും. അലിയുടെ ചെരുപ്പ് സാഹ്റയ്ക്ക് അല്പം വലുതാണെങ്കിലും അതൊരു പ്രശ്നമായില്ല. തീരുമാനമിങ്ങനെ: ആദ്യം സാഹ്റ രാവിലെ ചെരുപ്പിട്ട് സ്കൂളിൽ പോകും. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം അലി അത് ധരിച്ച് സ്കൂളിൽ പോകും. എന്നാൽ അവരുണ്ടാക്കിയ ഈ തന്ത്രം എല്ലാ ദിവസവും അവർക്ക് പുതിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയായിരുന്നു. മാതാപിതാക്കളിൽ നിന്നും ടീച്ചർമാരിൽ നിന്നും ഇത് മറച്ചുവെക്കാനുള്ള ഈ ശ്രമത്തിലൂടെയാണ് അലിയുടെയും സാഹ്റയുടെയും കഥ കടന്നുപോകുന്നത്. ഈ ലേഖനം എഴുതിയത് വിവേക് മേത്തയാണ്. 1981 ഏപ്രിൽ 7 മധ്യപ്രദേശിലെ നവറോസാബാദ് എന്ന ചെറിയ പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഛത്തീസ്ഗഡിലെ ഭിലായിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും തുടർന്ന് ഉത്തർപ്രദേശിലെ IIT കാൺപൂരിൽ നിന്നും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും നേടി. തേജ്പൂർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ്. പ്രധാന കൃതികൾ ചായ് ബഗാനോം കെ ആസ്പാസ് കി ദുനിയ, ദോംഖാന കെ ബഗൽ മേം, സപ്നെ മേ ചാന്ദ് എന്നിവയാണ് പ്രധാന രചനകൾ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.